അവൻ ഒരു ബിസിനസ്സുകാരൻ്റെ ഏക മകനായിരുന്നു. അച്ഛൻ അവന് പല ഉപദേശങ്ങൾ നൽകി. എന്നാൽ അതൊന്നും ചെവിക്കൊള്ളാതെ അവൻ അലസനായി പണം ദുർവ്യയം ചെയ്തു പോന്നു. തൻ്റെ ഉപദേശങ്ങൾ സ്വീകരിക്കില്ല എന്ന് മനസ്സിലാക്കിയ ആ അച്ഛൻ അവനെയും കൂട്ടി അടുത്തുള്ള പാർക്കിലേക്ക് പോയി. അവിടെ 3 ഭിക്ഷക്കാർ ഇരുന്നിരുന്നു. അയാൾ അവരുടെ അരികിൽ ചെന്ന് 3 പേർക്കും ഓരോ കെട്ട് കറൻസി നോട്ട് നൽകി മടങ്ങിപ്പോകുന്നു. ആ മകൻ വിചാരിച്ചു, താൻ പണം ചോദിച്ചാൽ അതിൻ്റെ ആവശ്യത്തെക്കുറിച്ച് പല ചോദ്യങ്ങൾ ചോദിക്കുന്ന അച്ഛൻ എത്ര ഉദാരമായിട്ടാണ് ഈ ഭിക്ഷക്കാർക്ക് പണം നൽകിയിരിക്കുന്നത്. ചില മാസങ്ങൾ കഴിഞ്ഞ് അച്ഛൻ മകനുമായി വീണ്ടും അവിടേക്ക് ചെന്നു. അപ്പോൾ ഒരു ഭിക്ഷക്കാരൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അയാളോട് വിവരങ്ങൾ അന്വേഷിച്ചു. താൻ കൊടുത്ത പണം കൊണ്ട് അയാൾ കുറച്ചുനാൾ സുഖമായി ജീവിച്ചു എന്നും തീർന്നപ്പോൾ വീണ്ടും ഭിക്ഷ എടുക്കുകയാണെന്നും പറഞ്ഞു. മറ്റുള്ളവരെക്കുറിച്ച് ചോദിച്ചപ്പോൾ അല്പം ദൂരേക്ക് കൈ ചൂണ്ടി പറഞ്ഞു, ഒരാൾ ആ ബേക്കറി നടത്തുകയാണ്. അച്ഛൻ മകനുമായി അവിടെ ചെന്നു. അയാളെ തിരിച്ചറിഞ്ഞ ബേക്കറിക്കാരൻ അദ്ദേഹത്തിൻ്റെ കാൽ വന്ദിച്ച് നന്ദി രേഖപ്പെടുത്തി. മൂന്നാമനെക്കുറിച്ച് തിരക്കിയപ്പോൾ അയാൾ ചീട്ട് കളിച്ച് പണമെല്ലാം നഷ്ടപ്പെടുത്തിയെന്നും ഇപ്പോഴും ചീട്ടുകളിയാണ് ജോലി എന്നും പറഞ്ഞു. അവർ തിരികെ പോയി. എന്നിട്ട് അദ്ദേഹം മകനോട് പറഞ്ഞു, നോക്കൂ മോനെ, നാം 3 പേർക്കും ഒരുപോലെ പണം കൊടുത്തതാണ്. അത് ശരിയായി ഉപയോഗിച്ച ഒരുവൻ മാത്രമേ ഉള്ളൂ. അയാൾ മാത്രമേ വിജയം കൈവരിക്കുകയുള്ളൂ. തങ്ങളുടെ സമയവും പണവും ശരിയായി വിനിയോഗിക്കാത്ത ആരും തന്നെ ജീവിതത്തിൽ ഉയരുകയില്ല. മകന് തൻ്റെ തെറ്റ് മനസ്സിലായി. അവൻ പുതിയൊരു ജീവിതത്തിന് ആരംഭം കുറിച്ചു. ജീവിതത്തിൽ തങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള അവസരങ്ങളും കഴിവുകളും എത്ര അലസമായി നഷ്ടപ്പെടുത്തിയിട്ടുള്ളവരാണ് മിക്കവരും. അധ്വാനിക്കാതെ ലഭിച്ചിട്ടുള്ള പണം മിക്കവരും ദുർവ്യയം ചെയ്തിട്ടുള്ളത് നമുക്കറിവുള്ളതാണല്ലോ. ലോട്ടറിയിലൂടെ ലക്ഷങ്ങളും കോടികളും നേടിയിട്ടുള്ള മിക്കവരും ഇപ്പോഴും പഴയ അവസ്ഥയിൽ തുടരുകയാണ്. കിട്ടിയ പണമെല്ലാം നഷ്ടപ്പെടുത്തി. മഹാത്മാഗാന്ധി ചൂണ്ടിക്കാട്ടിയിട്ടുള്ള 7 മാരക പാപങ്ങളിൽ ഒന്ന് അധ്വാനം കൂടാതെയുള്ള സമ്പത്ത് എന്നതാണ്. അധ്വാനിച്ച് സമ്പത്ത് നേടിയിട്ടുള്ളവരിലും അത് ദുർവ്യയം ചെയ്ത് തകർന്നു പോയിട്ടുള്ള അനേക അനുഭവങ്ങൾ കാണാൻ കഴിയും. സമ്പത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, നമ്മുടെ കഴിവുകളും സമയവും സാധ്യതകളും എല്ലാം ശരിയായി വിനിയോഗിക്കുവാൻ നമുക്ക് കഴിയണം. ശരിയായി വിനിയോഗിക്കുക എന്നാൽ പിശുക്ക് കാട്ടുക എന്നല്ല, സമൂഹത്തിൻ്റെ നന്മയ്ക്കുതകുന്ന വിധം വിനിയോഗിക്കുക എന്നത്രേ അർത്ഥം.